السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങൾക്കിടയിൽ, ഒരു സൊസൈറ്റിക്കിടയിൽ, ഒരു സദസ്സിൽ തന്നെയും നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു മര്യാദ കൂടിയാണത്. ഇവിടെ പറഞ്ഞതെന്താണ്? രണ്ടാളുകൾ പരസ്പരം സ്വകാര്യം പറയരുത്. ദൂനസാലിസി, മൂന്നാളുള്ളയിടത്ത് ഒരാളെ മാറ്റിയിട്ട് രണ്ടാൾ സ്വകാര്യം പറയരുത്. പറയേണ്ടി വന്നാൽ രണ്ട് നിബന്ധനയുണ്ട്. അത് ബിഗൈരി ഇദ്നിഹി എന്ന് പറഞ്ഞു. ഒന്നാമത്തത്, അനുവാദമുണ്ടെങ്കിലല്ലാതെ, സമ്മതം ചോദിച്ചിട്ട് പറയാം. അതിനൊരു ഉദാഹരണമാണിത്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇപ്പം നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു, ഞാനും ആ ഗസ്റ്റും മാത്രമാണ് വീട്ടിലുള്ളത്. ആ സമയത്ത് എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള സർവൻ്റ് എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു. ആ സർവൻറ്റിന് എന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് ഈ വന്ന ഗസ്റ്റ് കേൾക്കാൻ പറ്റിയതല്ല. ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴാണ് റെഡിയാക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നോടെന്തോ പറയാനുള്ളത് മോമെന്ന് പറയാവും. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം എന്തുമാകാം. ഒരു ഗസ്റ്റാണ്, ആ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ഗസ്റ്റും മാത്രം മജ്‌ലിസിൽ അല്ലെങ്കിൽ വീട്ടിൽ ഹാളിലിരിക്കുകയാണ്. അപ്പോഴെൻ്റെ മോന് കടന്നു വരികയാണ്. ആ കടന്നു വരുമ്പോൾ ഈ ആളെ മാറ്റിയിട്ട്, ഇപ്പോൾ അവിടെ മൂന്നാളായില്ലേ, ഞാൻ, എൻ്റെ മോന്, എൻ്റെ ഗസ്റ്റും ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആ മോനിക്കിപ്പോൾ എന്നോടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റിയതാവില്ല. ഒരു വീട്ടിലെ ഭക്ഷണം എപ്പോഴാണ് എടുക്കേണ്ടത്, എവിടെ റെഡിയാക്കേണ്ടത്, എപ്പോഴാണ് വെക്കേണ്ടത്, മറ്റേ അങ്ങനെ ഏതെങ്കിലും കാര്യമായിരിക്കും. ഇയാളെ പറ്റിയുള്ള പ്രശ്നമൊന്നുമല്ല. അങ്ങനത്തെ എടുത്ത് അങ്ങനെ പോകുമ്പോൾ, അങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യുക, ഈ ആൾ അദ്ദേഹത്തിൻ്റെ എടുക്കുന്ന അദ്ദേഹമാണ് പോവുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെയും ഈ ആളിപ്പോൾ അത് സംബന്ധമായിട്ട് തെറ്റിദ്ധരിക്കൊന്നുമില്ല. കാരണം അതിപ്പോൾ ഒരു വീട്ടുകാരാകുമ്പോൾ മോനും അല്ലെങ്കിൽ വീട്ടിലെ വ്യക്തികളും തമ്മിൽ അത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാവും. അതെ, ഞാനുമായിട്ട് ബാധിക്കുന്ന വിഷയമല്ല, ഞാനിവിടുത്തെ അതിഥിയാണല്ലോ, എന്നെപ്പറ്റി പറയേണ്ട ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള നിലക്ക് അയാൾക്ക് മനസ്സിലാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ഇനി അത് മനസ്സിലാവില്ലേ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കേട്ടോ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് അകത്തേക്ക് പോയിട്ട് സംസാരിക്കാം. എന്തായിരുന്നാലും ഒരാളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. എത്രയാ ഇസ്ലാം ഒരാളെ സങ്കടപ്പെടും എന്നുണ്ടെങ്കിൽ പോലും നിഷിദ്ധമാക്കിയത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. മൂന്നാളുടെ അടുത്ത് ഇനി അതൊന്നുമല്ല, അല്ലാത്ത നിലക്ക് തന്നെ മൂന്നാളുകൾ കൂടിയിരിക്കുമ്പോൾ രണ്ടാൾക്ക് എന്തോ ഒരു പ്രധാന കാര്യം പറയണം. അപ്പോൾ മറ്റേ ആളോട് പറയണം, എന്ത്, ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് ഒരു കാര്യം പറയാനുണ്ട്. അത് അയാൾ നിർബന്ധിതനായിരിക്കണം, അയാളെ മനസ്സിനത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ അവിടെ പോലും അത് പറയരുതെന്നാണ്. പിന്നെന്ത് ചെയ്യണം വെച്ചാൽ വേറെ സമയത്തേക്ക് മാറ്റി വെക്കണം. അത്ര ഗൗരവതരമായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഇതിൽ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തിട്ടുള്ളത്, ഇത് വിശദീകരിക്കുന്നിടത്ത്. മാത്രമല്ല, ഇല്ലാലി ഹാജത്തിൻ എന്ന് പറഞ്ഞല്ലോ, ബിഗൈരി ഇദ്നിഹി, അനുവാദമില്ലാതെ. അപ്പം അനുവാദം ഉണ്ടെങ്കിൽ പറ്റും, അനുവാദം ചോദിച്ചിട്ട് പറ്റും, പ്രശ്നമൊന്നുമില്ല. ഒരു മിനിറ്റ് കേട്ടോ, അത് പറഞ്ഞാൽ അയാൾ ഇത് ഉൾക്കൊള്ളുന്ന ആളാണ്, അയാൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇല്ലാലി ഹാജത്തിന് ചില ആവശ്യങ്ങളുണ്ടെങ്കിലല്ലാതെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് അങ്ങനെ സംസാരിക്കേണ്ടത്, ആ രൂപത്തിൽ അങ്ങനെ നിർവഹിക്കാം. അതല്ലാത്ത നിലക്ക് വഹുവാൻ യതഹദ്ദസാ സിർറൻ ബിഹൈസു ലാ യസ്മഉഹുമാ, ഈ രണ്ടു പേരെയും മറ്റാളും കേൾക്കാത്ത നിലക്കുള്ള സ്വകാര്യമായ വർത്തമാനമാണ് പറയുന്നത് എങ്കിൽ അത് ആ നിലയ്ക്ക് മറ്റൊരാൾക്ക് ദുഃഖം തോന്നുന്ന കാര്യമാണെങ്കിൽ സ്വാഭാവികമാണല്ലോ. നമ്മൾ 3 പേര് മാത്രം ഒരു സ്ഥലത്തിരിക്കുകയാണ്, അപ്പോൾ 2 ആൾ മാത്രം ഇന്നെ മാറ്റിയാണ് സ്വകാര്യം, അല്ലെങ്കിൽ നിങ്ങളൊരാളെ മാറ്റിയിട്ട് 2 ആൾ മാത്രം സ്വകാര്യം പറയണമെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക? ഞാൻ പലതും വിചാരിക്കും, ഈ മൂന്നാമൻ പലതും വിചാരിക്കും. ഒന്ന്, അവരുടെ 2 ആളുടെ സംഭാഷണത്തിൽ കടന്നു കയറാൻ മാത്രം ഞാൻ ഇല്ലാഞ്ഞിട്ടല്ലേ എന്നെ കേൾപ്പിച്ച് പറയാത്തത്, എനിക്കത്ര വില ഇല്ലാഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ ഞാനതിന് യോഗ്യനല്ല അവരുടെ സംസാരമൊന്നും കേൾക്കാൻ എന്നുള്ള ഒരു ചിന്ത വരാം. അതല്ല, ഞാൻ കേൾക്കാതെ ഇപ്പം എന്താ അവർക്ക് 2 ആൾക്കും പറയാനുള്ളത്, എന്നെപ്പറ്റി എന്തോ ആയിരിക്കൂലേ, അതുകൊണ്ടല്ലേ എന്നെ മാറ്റി നിർത്തണത്, അല്ലെങ്കിൽ ഇപ്പം ഞാനും കേട്ടാൽ എന്താ പ്രശ്നം? ഇതൊക്കെ മനുഷ്യന് തോന്നുന്ന തോന്നലുകളാണ്. മനുഷ്യനെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബാണ് നിയമങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് മനുഷ്യന് തോന്നുന്നതാണ്, അല്ലാന്ന് ആര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം, നമ്മളതിൽ അനുവാദം വാങ്ങണം. വളരെ അത്യാവശ്യമാണെങ്കിൽ, അതാണ് ഇല്ലാലി ഹാജ, വളരെ ആവശ്യമുള്ള കാര്യം സമയത്താണെങ്കിലൊക്കെ അത്തരം ചില ഘട്ടങ്ങളിൽ അങ്ങനെ വേണ്ടി വരുന്നിടത്ത് അങ്ങനെ ചെയ്യാം. വഫീ മഅനാഹു, അതിൽ പെട്ടത് തന്നെയാണ്, കണ്ടോ ഹെഡിങ് തന്നെയാണ് ഞാൻ വായിക്കുന്നത്. വഫീ മഅനാഹു, ഇതേ ആശയത്തിൽ തന്നെ വരുന്നതാണ്. 2 ആളുകൾ തമ്മിൽ പരസ്പരം സ്വകാര്യ ഭാഷണം നടത്തുന്നു, മൂന്നാമനെ മാറ്റി നിർത്തിയിട്ട് എന്നുള്ളതിൽ കടന്നു വരും. ഏത്? അതേ തത്വത്തിൽ തന്നെ കടന്നു വരുന്ന കുറ്റമാണ് മാ ഇദാ തഹദ്ദസാ ബിലിസാനിൻ ലാ യഫ്ഹമുഹു. 3 ആൾ കൂടിയിരിക്കുന്നിടത്ത് 2 ആൾ വർത്താനം പറയാം, അതുവരെ മലയാളം പറഞ്ഞത്,
അതിൽ മൂന്നാളിൽ ഒരുവന് ഇംഗ്ലീഷ് അറിയില്ല. അത് ഇവർക്ക് രണ്ടാൾക്കും അറിയാം. ഇവന് ഇംഗ്ലീഷ് വലിയ പിടുത്തല്ല. ഇവർ രണ്ടാളും അടിച്ച് ഇംഗ്ലീഷിൽ ഇങ്ങനെ കസറിന് ഈ സാധു ഇങ്ങനെ മുഖത്തൊക്കെ നോക്കിയിരിക്കുക. എന്താ ഇതുവരെ മലയാളം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ്. അതാണ് പറഞ്ഞത്, ഇതാ തഹദ്ദസ ബി ലിസാനിൻ ലാ യഫ്ഹമുഹു. രണ്ടാൾ വർത്താനം പറയരുത് മൂന്നാമനെ കൂടാതെ. മൂന്നാമനെ കേൾപ്പിച്ചിട്ട് പറഞ്ഞാലും പറ്റില്ല. മൂന്നാളിരിക്കുകയാണ്, ഞാനിവിടെ നടുക്കിരിക്കുകയാണ്, രണ്ട് സൈഡിൽ രണ്ട് ഇംഗ്ലീഷ്മാന്മാരാണ്. ഓർക്ക് നല്ല ഇംഗ്ലീഷ് അറിയാം, എനിക്കത്ര അറിയില്ല. അപ്പോൾ അവർ ഇതുവരെ മലയാളം പറയുന്നത്, പിന്നെ അവർ ഇന്നവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് രണ്ടാളും ഇങ്ങനെ ഇംഗ്ലീഷിലാണ് പറയും. അപ്പോൾ ഞാൻ സംശയിക്കൂലേ, എന്തപ്പോൾ ഇന്ന കേൾക്കാതെ ഇംഗ്ലീഷ്, എന്താ മലയാളം തിരിയില്ല ഇവർക്ക്? ഇവർക്ക് എന്താ മലയാളം മനസ്സിലാവില്ലേ? മലയാളം മനസ്സിലാവാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു അറബിയാണ്, ഒരാൾ മറ്റൊരാൾ അല്ലെങ്കിൽ ഒക്കെ ഇംഗ്ലീഷുകാരാണ്, ഓല് പരസ്പരം പറയുകയാണ്. അതിപ്പോൾ എൻ്റെ കുറ്റമൊന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലാവും, കാരണം ഓരോ ഭാഷ അതാണ്. നേരെ മറിച്ച് മലയാളികളാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ അറിയാം. അപ്പം അതിൻ്റെ ഇടയിൽ ഒരുത്തന് അറബി നന്നായിട്ട് അറിയാം. രണ്ടാളും അറബിയിൽ ഇങ്ങനെ കസറ. ഈ സാധുവിന് മലയാളം അറിയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഈ കൊളോക്കിയൽ ലാംഗ്വേജോ അല്ലെങ്കിൽ അറബിയൊന്നും വലിയ പിടുത്തല്ല. അതുപോലും പാടില്ല എന്നാണ്. നമ്മളുടെ പല ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മറ്റോന് തിരിയാത്ത ഭാഷയിലാണ് പറയുക. അപ്പോൾ ഇവൻ പറഞ്ഞ നോക്കുകുത്തിയായിട്ടിരിക്കണം. അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാക്കും? ദുഃഖമുണ്ടാക്കും. ഹറാമാണ്, അത് പാടില്ല. എൻ്റെ ഇംഗ്ലീഷോ അറബിയൊക്കെ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞോ, അയാളുള്ളടത്ത് പറയണ്ട എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പണ്ഡിതന്മാരിൽ പറഞ്ഞു, വറക്ക കൈമാറുക എഴുത്തിലൂടെയാകുന്നതും ഇതിൽ പെടും എന്നാണ്. എഴുത്തിലൂടെ മൂന്നാളിരിക്കുകയാണ്, അപ്പോൾ മൂന്നാളും കൂടി അവിടെ ഇരിക്കുന്നിടത്തുനിന്ന് വരുത്തുന്ന ഒരു തുണ്ട് കടലാസിൽ എഴുതിയിട്ട് പിന്നെ കൂടെ അങ്ങനെ കൊടുക്കുക, മറ്റോ മാത്രം നോക്കുക. അവനോ ഈ നടുക്കിരിക്കണോ? അവന് മനസ്സിലായി ഇതെന്നെക്കുറിച്ചാണ്, ഇത് ഞാൻ കേൾക്കാൻ പറ്റാത്ത എന്തോ ഒന്നാണ്. അവന് മനസ്സ് ദുഃഖായില്ലേ, വേദനയില്ലേ? പാടില്ല. ഇതൊക്കെ ഇതിൽ പെടും എന്ന് വളരെ വിശദമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്താണ്. അപ്പൊ ഇത്രയും സൂക്ഷ്മത പാലിക്കണം. എന്ത്? ഒരാളുടെ മനസ്സിൽ എൻ്റെ ഒരു ഇടപെടൽ കാരണത്താൽ, പെരുമാറ്റം കാരണത്താൽ അയാളുടെ മനസ്സിന് നോവുണ്ടാകുന്ന, സങ്കടമുണ്ടാകുന്ന, ദുഃഖമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി എന്നിൽ നിന്നുണ്ടാകുന്നത് നിഷിദ്ധമാണെങ്കിൽ നമ്മൾ എത്രത്തോളം ചിന്തിക്കണം. ഒരു മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഇത്രത്തോളം കടുപ്പമാണെങ്കിൽ ഒരാളെ ചീത്ത പറയുന്നത് എത്ര ഗുരുതരമായിരിക്കും. ഒരാളെക്കുറിച്ച് അയാളെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് എത്ര അപകടകരമായിരിക്കും. ഒരാളെ കൊന്നുകളയുന്നത് എത്രത്തോളം ഗുരുതരമായിരിക്കും. അപ്പം ഇതാണ് ഇസ്ലാം. ഇസ്ലാമിക സൊസൈറ്റിയിലെ സ്നേഹവും സൗഹാർദ്ദമൊക്കെ നല്ല ബന്ധമുള്ളവരായിരിക്കും. കൊല്ലങ്ങളോളമായിട്ട് നല്ല ബന്ധമുണ്ടാവും. ഒരിക്കൽ ഒരു തെറ്റിദ്ധാരണയാണ് വന്നതായിരിക്കും, പിന്നീട് അകലും. എന്താ പ്രശ്നം? അത് ഞാനുണ്ടായ പോലെ പോയിട്ടാണ് സ്വകാര്യം പറഞ്ഞില്ലേ. അപ്പം ഞാനത്ര പോരാത്ത ആളായിട്ടല്ലേ, ഞാൻ അവരെന്നും കൂടെ ഇരിക്കാൻ മാത്രമില്ലാതായിട്ടല്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ മാറ്റി നിർത്തി? അത് അയാൾക്ക് തോന്നുമെങ്കിൽ അയാളെ അത് ധരിപ്പിക്കണമെന്ന്, അയാളെ തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് അയാളെ പറഞ്ഞ് ധരിപ്പിക്കലാണ് ഇവിടെ പണ്ഡിതന്മാർ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പറഞ്ഞത്. ഇല്ലാ ബി ഇദ്നിഹി ബിഗൈരി ഇദ്നിഹി എന്ന് പറഞ്ഞത്. അയാൾ അനുവാദപ്രകാരം നിങ്ങൾക്ക് ചെയ്തോളി.